SSCയുടെ ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. SSCയുടെ സ്റ്റെനോഗ്രാഫർ സി അതുപോലെ തന്നെ ഡി പോസ്റ്റിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് തെറ്റുകൾ തിരുത്താനുള്ള ഒരു സമയമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്, അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾക്കത് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപേക്ഷിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന പോസ്റ്റിലേക്ക് ആരെങ്കിലും അപേക്ഷിച്ചതായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. സോ അപ്ഡേറ്റിലേക്ക് കിടക്കാം. SSCയുടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് CNDയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ അതിന് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും അതിനനുബന്ധിച്ച കാര്യങ്ങളും നമ്മൾ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് അപേക്ഷിച്ചവർക്ക് പുതിയ ഒരു അപ്ഡേറ്റ് നിലവിൽ SSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ വിൽ ബി അവൈലബിൾ ഫ്രം 27/8/2024 മുതൽ ഏകദേശം 28/8/2024 വരെ നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള സമയമാണ് നൽകിയിട്ടുള്ളത്. അതിനെന്തോ 200 രൂപേൻ്റെ അടുത്തൊക്കെ ഫീസ് വാങ്ങുന്നതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് അപേക്ഷിക്കുക. അപേക്ഷ തെറ്റിക്കഴിഞ്ഞാൽ കറക്ഷൻ ചെയ്യുമ്പോൾ അതിന് ഫീസ് കൊടുക്കണം. അത് വനിതകളായാലും SC ST ആയാലും ആരായാലും കറപ്ഷൻ ചെയ്യുമ്പോൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് വരുത്താതെ അപേക്ഷിക്കണമെന്ന് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അധികവും പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. 2 ദിവസമാണ് ഇതിൻ്റെ സമയം. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തിയതായിട്ട് അപേക്ഷിച്ച ആ ഒരു പ്രിൻ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് ഓർമ്മ വരികയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് തിരുത്തുക. പിന്നീടുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലും മറ്റ് സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഇതിന് പ്രിപ്പയർ ചെയ്ത് പോകുന്നവരാണെങ്കിൽ തെറ്റുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരുത്തുക. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C അതുപോലെ തന്നെ ഡി പോസ്റ്റിന് +2 അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ആയിരുന്നു ഉണ്ടാവുക. +2 യോഗ്യതയും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ്. നിലവിൽ ഇപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. സോ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും മറക്കേണ്ട.